തന്ത്രത്തിലെ മാർഗശൈവത്തിലെ അവസാനത്തെ പാടലിലേക്ക് നാം പ്രവേശിക്കുകയാണ്. നമുക്ക് നോക്കാം. ഒന്ന് രണ്ടായി രണ്ടുമില്ലാത്തൊന്നുമായി കുന്നിച്ച ദേഹം ദേഹി എന്നുള്ളതും മറിഞ്ഞ് ശക്തിയാമരുൾ നിപാതമെത്തുമ്പോൾ ശിവത്തെ താൻ എത്തുപെട്ടുന്നതത്രേ സിദ്ധാന്ത സിദ്ധിയാവും. അപ്പോൾ യഥാർത്ഥത്തിൽ സിദ്ധാന്തം എന്താണെന്ന് വിശദീകരിക്കുകയാണ്. ഒന്ന് രണ്ടായി രണ്ടുമില്ലാത്തോനെന്നുമായി ഒന്ന് രണ്ടാകുന്നു. അതാണ് ജീവിതത്തിൻ്റെ എല്ലാ ദുഃഖത്തിൻ്റെയും കാരണം. ഒന്ന് എന്നുള്ളത് രണ്ട് ആയിട്ട് നമുക്ക് അനുഭവപ്പെടുന്നു, ഒന്ന് പലതായിട്ട് അനുഭവപ്പെടുന്നു. അതായത് ദ്വൈതഭാവത്തിലാണ് നാം ജീവിതത്തെ എപ്പോഴും നോക്കി കാണുന്നത്. ഈ ദ്വൈതഭാവമാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. ദ്വൈതം മാറി അദ്വൈതത്തിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ ഈ ദുഃഖങ്ങളെല്ലാം മാറി മനസ്സ് സമാധാന ചിത്തമായി മാറുന്നു. ഇതാണ് ഇവിടെ പറയുന്നത്. ഒന്ന് രണ്ടായി പിരിയുന്നു. ഈ ഒന്നാണ് സത്യത്തിൽ രണ്ടായി തിരിയുമ്പോൾ ദ്വൈതം, ഈ പ്രപഞ്ചം ഉണ്ടാകുന്നത്. ആ രണ്ട് വീണ്ടും ഒന്നിലേക്ക്, അതിൻ്റെ ആദിമ അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോഴാണ് എല്ലാ ദുഃഖങ്ങളിൽ നിന്നും എല്ലാ സംശയങ്ങളിൽ നിന്നും നമുക്ക് മോചനം നേടുന്നത്. നോക്കൂ, രണ്ടുമില്ലാത്ത ഒന്നുമായി കുറച്ച് കഴിഞ്ഞാൽ ഈ രണ്ടും ഒന്നുമില്ലാത്ത ഒരവസ്ഥയിലേക്ക്, അതായത് ശൂന്യാവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു. കുന്നിച്ച ദേഹം ദേഹി എന്നുള്ളതും മറിഞ്ഞു. അപ്പോൾ ദേഹം ദേഹി എന്നുള്ള ഈ അവസ്ഥയെല്ലാം, നമുക്ക് ദേഹമുണ്ട് പിന്നെ ദേഹിയുണ്ട് എന്നുള്ള ഈ ദ്വൈതം മറയുന്നു. രണ്ടുമില്ലാത്ത അവസ്ഥ വന്നു ചേരുന്നു. പിന്നെ ശക്തിയാമരുൾ നിപാതത്തെത്തുമ്പോൾ ശിവത്തെ പ്രാപിക്കും. ശക്തിയായ ആ നിപാതത്തിൽ, ശക്തി നിപാതത്തിലെത്തുമ്പോൾ, അരുൾ നിപാതത്തിലെത്തുമ്പോൾ സത്യത്തിൽ നാം എന്തായി മാറുന്നു? ശിവനായി മാറുന്നു. ശിവത്തെ തന്നെ എത്തിച്ചേരുന്നു. അതാണ് സിദ്ധാന്ത സിദ്ധിയാവാം എന്ന് പറയുന്നത്. അപ്പോൾ നാം എപ്പോഴാണ് ശിവനിൽ എത്തിച്ചേരുന്നത്? ശക്തിയാമരുൾ നമ്മിൽ പതിക്കുമ്പോൾ, അതായത് ദ്വൈതം മാറി അദ്വൈതാവസ്ഥയിലേക്ക് എത്തുമ്പോൾ. ദ്വൈതത്തിലാണ് എല്ലാവിധ ദുഃഖങ്ങളും ഉൾക്കൊള്ളുന്നത്. ഈ ദ്വൈതം മാറി അദ്വൈതത്തിലേക്ക് എത്തിച്ചേരുമ്പോൾ നമുക്ക് ശുദ്ധ ശൈവ സിദ്ധാന്ത സിദ്ധി കിട്ടുന്നതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ദ്വൈതത്തിൽ നിന്ന് അദ്വൈതത്തിലേക്കും അദ്വൈതത്തിൽ നിന്ന് ആ മനസ്സ് തന്നെ ഇല്ലാത്ത ഒരവസ്ഥയിലേക്കും എത്തിച്ചേരുക. ഇത് കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ശിവഗീത പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. വളരെ പ്രധാനപ്പെട്ട ഒരു ഗീതയാണ് ശിവഗീത. പത്മപുരാണത്തിൽ ഉള്ളതാണ് ശിവഗീത. ആ സംഭവം ഇങ്ങനെയാണ്. അതായത് ദണ്ഡകാരണ്യത്തിൽ വച്ചിട്ട് ശ്രീരാമൻ സീതാ വിരഹത്തിൽ വേദനിച്ച് ദുഃഖിച്ച് കഴിയണം. സീത അപഹരിക്കപ്പെട്ടു. അങ്ങനെ ശ്രീരാമൻ വളരെ വളരെ ദുഃഖിതനായി എന്താണ് ചെയ്യേണ്ടതെന്നറിയാതെ ഈ ദ്വൈത ദുഃഖത്തിൽപ്പെട്ട് വല്ലാതെ കഷ്ടപ്പെടുമ്പോൾ അവിടേക്ക് അഗസ്ത്യ മഹർഷി എത്തിച്ചേരുന്നു. അഗസ്ത്യ മഹർഷി എത്തിച്ചേർന്നിട്ട് രാമനോട് പറയുകയാണ്, അല്ലയോ രാമ, നിനക്ക് ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു ഉപാധി ഞാൻ പറഞ്ഞു തരാം. ഈ ദ്വൈതത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശിവത്തിൽ എത്തിച്ചേരാനുള്ളൊരു മാർഗം ഞാൻ പറഞ്ഞു തരാം. അത് എന്താണ്? ശിവനെ തന്നെ ശരണം പ്രാപിക്കുക. അങ്ങനെ ശ്രീരാമചന്ദ്രനോട് ശിവനെ എങ്ങനെ പ്രാപിക്കണമെന്നൊരു ഉപദേശം പറഞ്ഞു കൊടുക്കുകയാണ്. അതാണ് പാശുപതവ്രതം. അങ്ങനെ അഗസ്ത്യ മഹർഷി ശ്രീരാമചന്ദ്ര ദേവന് പാശുപതവ്രതം എന്താണെന്ന് പറഞ്ഞു കൊടുക്കുന്നത് ശിവഗീതയിൽ വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ശിവഗീത എടുക്കുമ്പോൾ അത് വിശദീകരിക്കാം. ഈ പാശുപത വ്രതത്തിൻ്റെ അവസാനം പാർവതീദേവിയോടൊത്ത് ശിവൻ ശ്രീരാമചന്ദ്രൻ്റെ മുന്നിലെത്തുന്നു. അപ്പോൾ ശ്രീരാമചന്ദ്രൻ ഏറ്റവും വലിയ ദുഃഖിതനാണ്. എന്നിട്ട് പറഞ്ഞു,
അങ്ങ് സീതയെ വീണ്ടെടുക്കാൻ വേണ്ടി ഞാൻ അങ്ങക്ക് പാശുപതാസ്ത്രം തരാം. ഈ പാശുപതാസ്ത്രം കൊണ്ട് തീർച്ചയായിട്ടും രാവണനെ പരാജയപ്പെടുത്തി സീതയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്ന് ശിവഭഗവാൻ അരുളി ചെയ്തു. ഇത് കേട്ടപ്പോൾ വളരെ സന്തോഷമായി. എന്നാലും ശ്രീരാമചന്ദ്രൻ്റെ മനസ്സിൽ അനേകം സംശയങ്ങൾ കടന്നുകൂടി. താൻ സീതാ ദുഃഖത്താൽ കിടന്ന് പിടയുകയാണ്. ഇതിന് കാരണം എന്താണെന്നറിയണം. ഈ പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യം എന്താണെന്നറിയണം. എന്താ നോക്കൂ, അതിലൊരധ്യായത്തിൽ ശ്രീരാമചന്ദ്രൻ തൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട പാർവതീ സമേതനായ ശിവനോട് ചോദിക്കുന്നുണ്ട്. നോക്കൂ, ആ ചോദ്യം ഇതാണ്: പഞ്ചഭൂതങ്ങളാൽ രൂപപ്പെട്ട ഈ പ്രപഞ്ചം മുഴുവനും അങ്ങ് എങ്ങനെ സൃഷ്ടിച്ചു? വിശദമാക്കിയാലും. അതിന് ഭഗവാൻ മറുപടി പറയുകയാണ്: ഹേ രാമ, ഇതിൻ്റെ ഉത്തരം ദൈവങ്ങൾക്ക് പോലും അറിയില്ല. എങ്കിലും ആ രഹസ്യം ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്ന് പറയുകയാണ്. അങ്ങനെ ആ രഹസ്യം പറഞ്ഞു കൊടുക്കുകയാണ്. നമുക്ക് ആ രഹസ്യത്തിൻ്റെ കാതലായ ഭാഗത്തിലേക്ക് എടുക്കാം. ഈ ദൃശ്യമായ പഞ്ചഭൂതങ്ങൾ 14 ലോകങ്ങൾ, 7 സമുദ്രങ്ങൾ, 7 പർവ്വതങ്ങൾ, ദേവന്മാർ, ഋഷികൾ, അസുരന്മാർ, സൃഷ്ടികൾ, ഗന്ധർവന്മാർ, നാഗന്മാർ എല്ലാം എൻ്റെ അംശത്തിൽ നിന്നുണ്ടായതാണ്. കണ്ടോ, ഇതാണ് സനാതനമായ ശിവസത്യം. എന്താണ് ആ ശിവസത്യം? എല്ലാ സൃഷ്ടികളും, ആരൊക്കെ? 14 ലോകങ്ങളും അതേപോലെ തന്നെ നാഗങ്ങളും എല്ലാം തന്നെ തൻ്റെ അംശത്തിൽ നിന്ന് ജനിച്ചതാണ്. താൻ തന്നെയാണ് ഇവരെല്ലാം. ആദ്യം ബ്രഹ്മാവും മറ്റ് ദേവന്മാരും എൻ്റെ യഥാർത്ഥ രൂപം അറിയാൻ ആഗ്രഹിച്ചു. എൻ്റെ പ്രിയപ്പെട്ട പർവ്വതമായ മന്ദാര പർവ്വതത്തിന് സമീപം ഒത്തുകൂടി. എന്നിട്ട് സ്തുതിഗീതങ്ങൾ ആലപിച്ചു. അവരുടെ ആഗ്രഹം അറിഞ്ഞ് കളിയായി ഞാൻ അവരുടെ അറിവ് അപഹരിച്ചു. അവർ ചോദിച്ചു, നീ ആരാണ്? ഞാൻ പറഞ്ഞു, ദൈവങ്ങളെ. ഇനി അവർക്ക് കൊടുത്ത ഉത്തരമാണ് ഇപ്പോൾ ഇവിടെ രാമചന്ദ്രനോടും പറയുന്നത്. ദൈവങ്ങളെ സൃഷ്ടിച്ച അനാദി പുരുഷനാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. എല്ലാ ദൈവങ്ങളെപ്പോലും സൃഷ്ടിച്ചത് ഞാനാണ്. അനാദി പുരുഷനാണ്. ഈ പ്രപഞ്ചത്തിൽ ഞാനല്ലാതെ മറ്റാരുമില്ല. ഞാൻ അനാദിയാണ്. ഞാനാണ് ശാശ്വതൻ. ഞാനാണ് അനശ്വരൻ. ഞാൻ കളങ്കരഹിതനാണ്. ഞാൻ ബ്രാഹ്മണ സ്പതിയാണ്. എല്ലാ ദിശകളും ഞാനാണ്. ഞാൻ സാവിത്രി, ഗായത്രി ഇവയാണ്. ആണും പെണ്ണും നപുംസവും ഞാനാണ്. തൃഷ്ടിപ്പും അനുഷ്ടിപ്പും പങ്ക്തി ഛന്ദസ്സും ഞാനാണ്. ഞാൻ വേദങ്ങളിലൂടെ അറിയപ്പെടുന്നവനാണ്. ഞാൻ സത്യമാണ്. ഞാൻ സമാധാനമാണ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ അധിപനാണ്. ഞാൻ സ്നേഹസ്വരൂപനാണ്. ഏറ്റവും പ്രായം കൂടിയവനാണ് ഞാൻ. എല്ലാവരുടെയും നാഥനായ ഞാൻ ഭഗവാനാണ്. ഞാൻ ദിവ്യപ്രകാശമാണ്. ഞാനാണ് ഇതിഹാസവും പുരാണവും. ഞാനാണ് കൽപ്പം. ഞാനാണ് ഉപകൽപ്പം. ഞാൻ ഈ കൽപ്പങ്ങളെ സൃഷ്ടിച്ചവനാണ്. ഞാൻ ഉപനിഷത്താണ്. ഞാൻ മന്ത്രമാണ്. വ്യാഖ്യാനവും ഞാനാണ്. ഞാൻ യാഗം. ഞാൻ ദാതാവ്. ഞാൻ ഇഹപരലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ അക്ഷരമാണ്. ഞാൻ തന്നെ എല്ലാം സൃഷ്ടിക്കുന്നു. ശാന്തത, ആത്മനിർണയം, ആത്മനിയന്ത്രണം എല്ലായിടത്തും ഉള്ളവൻ ഞാൻ തന്നെയാണ്. ഞാൻ അവസാനമാണ്, നടുവാണ്. ഞാൻ പുറത്താണ്, അകത്താണ്. മുന്നിലും പിന്നിലും ഞാനാണ്. നാശമില്ലാത്തവനാണ്. വെളിച്ചവും ഇരുട്ടും ഞാനാണ്. തന്മാത്രകളും മനസ്സും ബുദ്ധിയും അഹങ്കാരവുമാണ് ഞാൻ. ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരും ഉമാസ്കന്ദൻ, വിനായകൻ, ഇന്ദ്രൻ, അഗ്നി, യമൻ ഇവരെല്ലാം ഞാനാണ്. 14 ലോകങ്ങളും ഞാനാണ്. ഞാൻ സൂര്യനാണ്. ഞാൻ ചന്ദ്രനാണ്. നക്ഷത്രങ്ങളും ഗ്രഹങ്ങളും ഞാനാണ്. ഈ സൃഷ്ടികളുടെ പ്രാണൻ ഞാനാണ്. ഞാനാണ് സമയം, മരണം, നിത്യത. ഞാൻ ഭൂതവും വർത്തമാനവും ഭാവിയുമാണ്. ആദിലോങ്കാരം ഞാനാണ്. ഞാൻ ജപത്തിൻ്റെ പര്യായമാണ്. പരം, അപരം ഇത് രണ്ടും ഞാനാണ്. ഞാൻ പ്രപഞ്ചത്തിൻ്റെ ക്ഷേമമാണ്. ഞാൻ ദൈവമാണ്. ഞാൻ സൂക്ഷ്മമാണ്. ഞാൻ
സൗമ്യം, അഗ്ര്യം ഇതൊക്കെ ഭാവങ്ങൾ ഉൾക്കൊള്ളുന്നവനാണ്. കാലാവസാനത്തിലെല്ലാം എന്നിൽ ലയിക്കുന്നു. ഞാൻ പരമമായ പ്രകാശമാണ്. എല്ലാ ജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ ഞാനിരിക്കുന്നു. ജീവജാലങ്ങളുടെ പ്രാണനും ഞാനാണ്. ഇതാണ് ശിവഗീതയിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ശൈവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ ശിവഗീത നാം പഠിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് വളരെ പ്രാധാന്യം കൊടുത്ത് ശിവഗീത പഠിക്കുമ്പോൾ ഈ തിരുമന്ത്രം ആഴത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടും പതിയും. തിരുമന്ത്രം എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പെരിയ പുരാണം എടുക്കണം. പെരിയ പുരാണം എടുത്തു കഴിഞ്ഞിട്ട് ഈ ശിവഗീത എടുക്കാം. അതോടെ തിരുമന്ത്രം നമ്മുടെ മുമ്പിൽ എല്ലാ സത്യങ്ങളും വിളിച്ചു പറയും. അതിന് നമുക്ക് ശിവഗീത പഠിക്കേണ്ടിയിരിക്കുന്നു. ഓം ശിവായ തിരുമൂലദേവായ നമഃ.